ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാബി ലിമിറ്റ് എങ്ങനെ നമുക്ക് കൂട്ടാമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഫസ്റ്റ് ടൈമിൽ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ടാബിൻ്റെ ലിമിറ്റ് വളരെ കുറവായി, കാരണം ജസ്റ്റ് 100 ദിർഹംസ് ഓർ 300 ദിർഹംസ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ടാബി ലിമിറ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലിമിറ്റിൽ വലിയൊരു മാറ്റം എങ്ങനെ വരുത്താമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് ഒരു ഷോർട്ട് വേ ആയിട്ട് ടാബിയുടെ ലിമിറ്റ് കൂട്ടാനോ അതുപോലെ എന്തെങ്കിലും ഒരു ഹാക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അഡീഷണൽ ചാർജ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് പർച്ചേസിങ് ടൈമിൽ നമുക്ക് ജസ്റ്റ് 100 ദിർഹംസ് ആണോ അല്ലെങ്കിൽ 300 ദിർഹംസ് ആണോ, ഗ്രോസറി ഐറ്റംസ് എന്തും ദുബായിലുള്ള ഡെലിവറി ആപ്പായിട്ടുള്ള ന്യൂൺ, ആമസോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു 100 ദിർഹംസ് ഓർ 300 ദിർഹംസ് ആണ് അവർ ലിമിറ്റായി തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ടിനുള്ള സാധനം പർച്ചേസ് ചെയ്യുന്ന ആവശ്യമില്ലാതെ പോയി പർച്ചേസ് ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ടാബ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക, ന്യൂൺ വഴിയൊക്കെയും പർച്ചേസ് ചെയ്യുക. അതിനുശേഷം ആ എമൗണ്ട് നമ്മളപ്പോൾ തന്നെ അത് അടച്ച് ക്ലോസ് ചെയ്യുക. നമ്മൾ ക്യാഷ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന സംഭവം ടാബ് വെച്ച് പർച്ചേസ് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഒരു 2 തവണ ചെയ്യുമ്പോൾ ഒരു 300 ഉള്ളത് 500 ആവും, 500 ഉള്ളത് നമുക്ക് 1000 ആവും. ഒരു 3-4 ടൈംസ് ഇതേമാതിരത്തെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു എമൗണ്ട് 1000 ദിർഹംസ് ഓർ 2000 ദിർഹംസ് 3000 ദിർഹംസ് എന്നുള്ളതിലേക്ക് നമുക്ക് ലിമിറ്റ് അപ്ഗ്രേഡ് ആയിട്ട് കിട്ടും. പിന്നെ ചില സംഭവങ്ങൾ, ഇപ്പോൾ ഗ്രോസറി ഐറ്റംസിന് കൂടുതൽ ലിമിറ്റ് കിട്ടും. ചില ഗോൾഡ് അങ്ങനത്തെ സംഭവത്തിന് ലിമിറ്റ് വളരെ കുറവായിരിക്കും, ഈ ഗോൾഡ് പോലുള്ളതിനൊക്കെ. എങ്കിലും ഗ്രോസറി, ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നല്ല ലിമിറ്റ് അവർ പാസ്സാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തീരെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഷോപ്പുകളിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിച്ച് മൊബൈൽ നമ്പർ വഴി അവർ റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് നമുക്ക് മെസ്സേജായിട്ട് അവരുടെ ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക. അതല്ലാണ്ട് തന്നെ ടാബി കാർഡ് ഉണ്ട്. അപ്പോൾ ടാബി കാർഡിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ടുള്ളത് പിന്നീട് ചെയ്യാം.